വചന വെളിച്ചത്തിൽ ജീവിതയാത്ര നടത്തുന്ന വചനയാത്രക്കാർക്ക് 16-ാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്ത പ്രധാനമായും 1-ാം വായനയിലാണ് കൂടുതൽ ഊന്നൽ നൽകുകയും അതിൻ്റെ പൂർത്തീകരണം 3-ാമത്തെ വായനയിൽ നമ്മൾ കണ്ടെത്തുകയും ചെയ്യുന്നു. നമ്മുടെ ചിന്തകളെ പ്രധാനമായി 8 പോയിന്റുകളായി ക്രമീകരിക്കാം. 1. ദൈവത്തിൻ്റെ മുഖം. ഈ ചിന്തകൾ 1-ാം വായനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദൈവത്തിൻ്റെ മുഖം എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പേര് നീതി എന്നാണ്. ദൈവം സന്നിഹിതനാകുന്നത് നീതിയുടെ മുഖത്തിലാണ്. ഏശയ്യാ 11:1, 15-ാം വാക്യം, 17-ാം വാക്യവും. എവിടെയൊക്കെ നീതിയുണ്ടോ അവിടെയൊക്കെ ദൈവമുണ്ട്, എവിടെയൊക്കെ നീതിയില്ലയോ അവിടെയൊക്കെ ദൈവമില്ല. ജെറമിയ 22:16. നീതി നടപ്പിലാക്കുന്നതാണ് ദൈവത്തിൻ്റെ ശക്തിയും ബലവും. ജ്ഞാനം 12:16. നീതിമാനായ ദൈവം അഥവാ ദൈവനീതി എന്നത് സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം എന്നത് ജനങ്ങൾക്ക് അവരുടെ അവകാശം തിരികെ നൽകലാണ്. ദൈവത്തിൻ്റെ നീതി എന്നാൽ ദൈവകാരുണ്യം കൊണ്ടുവരലാണ്. യേശുവിൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ എല്ലാ മനുഷ്യരും കരുണയുള്ളവരാകണമെന്നാണ് യേശു ആഗ്രഹിക്കുക. ലൂക്കാ 6:36. നീതിയുടെ പ്രവർത്തനമാണ് കരുണയായി മത്തായി 25:37 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തി കാണുന്നത്. 2. ദൈവത്തിൻ്റെ മുഖം പ്രധാനമായി 3 വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ വാക്ക് നീതി അഥവാ സ്താഖ. ഇത് ഹീബ്രു പദമാണ്. ഇതിൻ്റെ അർത്ഥം കൽപ്പനകളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതമനുസരിച്ചുള്ള ജീവിതമാണ്. രണ്ടാമത്തെ വാക്ക് ധർമ്മനിഷ്ഠ എന്നതാണ്. മഷ്പാത്ത് എന്നാണ് ഹീബ്രു മൂലം. വിധിക്കുക എന്നർത്ഥമുള്ള ഷാഫാത്ത് എന്ന ക്രിയാധാതുവിൽ നിന്നാണ് ഈ വാക്കിൻ്റെ ഉത്ഭവം. നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ രംഗപ്രവേശം ചെയ്യേണ്ടതാണ് മിഷ്പാത്ത്. ന്യായവിധി എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. മൂന്നാമത്തെ വാക്ക് സ്നേഹം. ഹെസദ് എന്നാണ് ഇതിൻ്റെ ഹീബ്രു മൂലം. ഉടമ്പടിയിലൂടെ ദൈവം ഉറപ്പുവരുത്തിയിരിക്കുന്ന അനന്തവും അചഞ്ചലവും അനുസ്യൂതവുമായ ദാനമാണ് സ്നേഹം അഥവാ സ്ഥിരസ്നേഹം. സ്നേഹം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇതാണ്: ഉടമ്പടിയിലൂടെ ഉറപ്പ് നൽകിയിരിക്കുന്ന, ഒരിക്കലും അസ്തമിക്കാത്ത, കുറയാത്ത, സ്ഥിരവും അചഞ്ചലവുമായതാണ് സ്നേഹം. ഇതിനെ കരുണയായും മനസ്സിലാക്കാം. ഈ അർത്ഥത്തിലാണ് ഈ വാക്കിന്, അതായത് ഹെസദിനെ, സപ്തതി എലയോസ് എന്നും ലത്തീൻ ഉൾഗാത്ത മിസരിക്കോർദിയ എന്നും വിവർത്തനം ചെയ്തിരിക്കുന്നത്. ആന്തരികതയില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ ദൈവത്തിന് സ്വീകാര്യമല്ല എന്നർത്ഥം. സ്നേഹവും അനുകമ്പയും നീതിയും ദൈവത്തിൻ്റെ സ്വഭാവമാണ് എന്നതാണ് മൂന്നാമതായി നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അനുകമ്പ അഥവാ കരുണയുടെ ഹീബ്രു മൂലം റഹമിം എന്നാണ്. റഹം എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് റഹമിം എന്ന പദം വരുന്നത്. റഹം എന്ന പദത്തിൻ്റെ അർത്ഥം ഗർഭപാത്രം എന്നാണ്. തൻ്റെ ഉള്ളിൽ വളരുന്ന, തന്നിൽ നിന്ന് എല്ലാം സ്വീകരിക്കുന്ന,
തന്നെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഗർഭസ്ഥ ശിശുവിനോട് അമ്മയ്ക്കുള്ള ഉണ്ടാകേണ്ട ഭാവമാണ് കരുണ. ഈ വാക്ക്, അതായത് റഹം, ദൈവത്തിൻ്റെ തന്നെ മാതൃഭാവം പ്രകടമാക്കുന്നു. 4. നീതി അഥവാ ധാക, ധർമ്മനിഷ്ഠ അഥവാ മഷ്പാത്ത്, സ്നേഹം അഥവാ ഹെസദ് എന്നീ 3 വാക്കുകളും അതിൻ്റെ സന്ദേശങ്ങളും ഒരുമിച്ച് ചേരുന്നതിനും ഉപരിയാണ് കാരുണ്യം അഥവാ അനുകമ്പ എന്ന് പറയുന്നത്. കാരുണ്യത്തിൽ പ്രധാനം സ്വീകരിക്കുന്നയാളിൻ്റെ യോഗ്യതയല്ല, മറിച്ച് സ്വീകരിക്കുന്നയാളിൻ്റെ ദൈന്യതയും ഇവിടെ ആവശ്യമാണ്. സമരിയാക്കാരനിൽ നിറഞ്ഞൊഴുകിയത് കരുണയുടെ മനസ്സലിവാണ്. ലൂക്ക 10:33. 5. നീതിമാൻ ദയാലുവാണ്. നീതിമാൻ തൻ്റെ മക്കളുടെ അവസ്ഥ കണ്ട് അവരോടൊപ്പം നിന്ന് സഹിക്കുന്നവനാണ്. അവരുടെ അവസ്ഥ കാണുമ്പോൾ ഇരിക്കപ്പുറതി ഇല്ലാതാകുന്നവനാണ് നീതിമാൻ. അത് അവൻ്റെ കരുണയുമായി ചേർന്നു പോകുന്നു. കും പസിയോ എന്ന ലത്തീൻ പദങ്ങളുടെ അർത്ഥം സഹിക്കുന്നവനോടൊപ്പം നിന്ന് സഹിക്കലാണ്. ഈ സഹനത്തിൽ സഹിക്കുന്നവന് പാപത്തെക്കുറിച്ച് അനുതാപം നൽകുകയും അതേസമയം അവരെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് 6ാമതായി ചിന്തിക്കേണ്ടത് 3ാമത്തെ വായനയിൽ കാണുന്ന ഗോതമ്പുകളുടെയും കളകളുടെയും ഉപമയെക്കുറിച്ചാണ്. മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവയെയും കാണേണ്ടിയിരിക്കുന്നത്. 6. മത്തായിയിൽ കാണുന്ന ഉപമ മറ്റാരും തന്നെ രേഖപ്പെടുത്തി കാണുന്നില്ല. അന്ത്യനാളിൽ വിധി നടപ്പാക്കാനുള്ള ദൈവത്തിൻ്റെ അവകാശം യേശു സ്ഥാപിക്കുന്നത് ഈ ഉപമയിലൂടെയാണ്. കളകളെക്കുറിച്ചുള്ള സൂചന ഇപ്രകാരമാണ്. പലസ്തീനായിൽ വ്യാപകമായി കണ്ടിരുന്ന വിഷമയമായ ഈ ചെടി മുളച്ചു തുടങ്ങുന്ന വേളയിൽ ഗോതമ്പ് ചെടി പോലെ തോന്നിക്കും. കൊയ്ത്തെന്ന പദം ദൈവത്തിൻ്റെ അന്ത്യവിധി നാളിനെ ആലങ്കാരികമായി സൂചിപ്പിക്കുന്നു. 7. ഈ ഉപമ നമ്മുടെ ജീവിതവുമായി അടുത്ത് ബന്ധപ്പെടുത്തുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. 1. ഉപമ നൽകുന്ന പാഠം. തീരുമാനമെടുക്കുമ്പോൾ വികാരമല്ല വേണ്ടത്, വിവേകമാണ് ആവശ്യം. തീരുമാനത്തിന് പക്വതയുള്ളവരും ദൈവമനുഷ്യരുമായും കൂടിയാലോചിക്കണം. തീരുമാനത്തിൻ്റെ അനന്തരഫലങ്ങൾ പഠനവിധേയമാക്കണം. ജോലിക്കാർ അഥവാ കൂടെയുള്ളവർ പലപ്പോഴും ഉൾക്കാഴ്ചയില്ലാത്തവരാകാം. അതാണ് അവർ എത്രയും പെട്ടെന്ന് കളകളെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. 7:2 ഈ ഉപമയിലുള്ള പ്രതികരണങ്ങൾ. കളകൾ കണ്ടപ്പോൾ വേലക്കാർ അമ്പരന്നു ആവലാതിപ്പെട്ടു. തോട്ടം ഉടമയ്ക്ക് അമ്പരപ്പില്ല, മറിച്ച് വിസ്മയമാണ്. അതുകൊണ്ട് അവ ഒന്നിച്ച് വളരട്ടെ, പക്വതയുള്ള മനസ്സും തീരുമാനവും. വേലക്കാർ എപ്പോഴും ഉപരിതലത്തിൽ ജീവിക്കുന്നു, ചിന്തയിൽ അവർ ആഴപ്പെടുന്നില്ല. കളകളെ വളരാൻ അനുവദിക്കുന്നത് നല്ല ചെടികൾക്ക് പരിരക്ഷ നൽകാൻ വേണ്ടിയാണ് എന്ന വലിയൊരു പ്രതികരണം ഈശോ ഈ ഗോതമ്പുകളുടെ കാര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 7:3 നമ്മുടെ വിളി. കളകളുടെ മുമ്പിൽ സുവിശേഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്മയുടെ ദീപമായി മലമുകളിൽ തെളിയാൻ. മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർ കളകളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ ഗോതമ്പ് മണിയാണ്. ഗോതമ്പ് മണി മണ്ണിൽ വീണഴിയുന്ന ഉപമ ഈശോ പറയുന്നത്
ഇതോട് ചേർത്ത് വായിക്കാം. 7-ൽ 4-ാമത്തേത്, കളകൾ ഗോതമ്പ് ചെടിയായി മാറുമോ? ഭൗതിക തലത്തിൽ ഇത് സാധ്യമല്ല, എന്നാൽ ആത്മീയ തലത്തിൽ ഇത് സാധ്യമാണ്. പഴയ നിയമത്തിലെ ദാവീദ് രാജാവ് പാപം ചെയ്തു, തുടർന്ന് അദ്ദേഹം അനുതപിച്ചു. വിശുദ്ധ അഗസ്തീനോസ് പാപം ചെയ്തു, അനുതപിച്ചു. ധൂർത്തപുത്രനു സുബോധം വന്നു, അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വന്നു. കുരിശിൽ കിടന്ന നല്ല കള്ളൻ യേശുവിനോട് അപേക്ഷിച്ചു, നിന്റെ രാജ്യത്തിൽ എന്നെയും ഓർക്കണമേ എന്ന്. അവനും അനുതപിച്ചു. സക്കേവൂസും അനുതപിച്ചു. സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുത്തവൻ, വഞ്ചിച്ചെടുത്തതിന് 1/4 ഇരട്ടിയായി തിരികെ കൊടുത്തവൻ. അപ്പോൾ കളകൾക്കും ഗോതമ്പുകളായി മാറുവാൻ ദൈവം നൽകുന്ന ഒരിടവേളയാണ് ഈ ലോക ജീവിതം. അവസാനമായി 8-ാമത്തേത് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ കാരുണ്യം എല്ലാവർക്കും ആവശ്യമായ സമയം നൽകുന്നു. ദൈവത്തിൻ്റെ മാതൃഭാവം നശിപ്പിക്കാനല്ല, മറിച്ച് തിരിച്ചു പിടിക്കാനും ക്ഷമാപൂർവം കാത്തിരിക്കാനുമാണ്. സഹിഷ്ണുത ദൈവികതയുടെ അടയാളമാണ്. അസഹിഷ്ണുത പിശാചിൻ്റെ ചിന്തയുമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.